ഹായ്, വൈദ്യുതി പ്രസരണ രംഗത്തെ പുതിയൊരു ടെക്നോളജി പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോ. HVDC, ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ഫോർ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ. പവർ സൂപ്പർ ഹൈവേ എന്നും ഇതിനെ അറിയപ്പെടും. ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ HVDC. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള പുതിയ ഒരു ലൈൻ HVDC ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. അത് ഏകദേശം 2 മാസത്തിനകത്ത് കമ്മീഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഈ AC? നമ്മുടെ KSEBയിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ പ്ലഗ് പോയിന്റിലെത്തുന്ന വൈദ്യുതിയാണ് AC. DC എന്നാൽ നമ്മുടെ ബാറ്ററി, പെൻഡോർ സെൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC. ഇപ്പോൾ AC ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷനാണ് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏകദേശം 98% ഉപയോഗിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും 11 കിലോ വോൾട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി 220 കിലോ വോൾട്ടിലോട്ട് സ്റ്റെപ്പപ്പ് ചെയ്തിട്ട് 110, 66, 33 എന്നീ പല ഘട്ടങ്ങളിലൂടെ കടന്ന് 11 കിലോ വോൾട്ടിലെത്തി നമ്മുടെ വീടിനടുത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് ഒരു ഫേസിൽ 230 വോൾട്ടേജായി നമ്മുടെ വീട്ടിലെത്തുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രാൻസ്മിഷൻ. ഇനി എന്തുകൊണ്ടാണ് ഉയർന്ന വോൾട്ടേജ് ഈ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, വോൾട്ടേജ് ഡബിൾ ആക്കിക്കഴിഞ്ഞാൽ അതേ പവർ ലഭിക്കുന്നതിന് കറണ്ട് പകുതി മതിയാവും. ഈ വൈദ്യുതി നഷ്ടം മൊത്തത്തിൽ കറണ്ടിന് അനുപാതികമായിട്ടാണ്. നമ്മുടെ ഒരു കണ്ടക്ടർ വഴിയുള്ള വൈദ്യുതി ഹീറ്റ് ലോസ്, അതായത് ഹീറ്റ് കൊണ്ടുള്ള അതിൻ്റെ ലോസ് കറണ്ടിൻ്റെ സ്ക്വയറിന് ഇക്വലൻ്റ് ആണ്. അപ്പം എത്രത്തോളം കറണ്ട് കുറയ്ക്കുന്നുവോ അത്രത്തോളം നമുക്ക് വൈദ്യുതി പ്രസരണ നഷ്ടം കുറഞ്ഞിരിക്കും. എന്താണ് ഈ HVDC? ജനറേറ്റ് ചെയ്യുന്ന ACയെ ഒരു റെക്ടിഫിക്കേഷൻ സ്റ്റേഷനിൽ വെച്ച് DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ഹൈ വോൾട്ടേജ് DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഹൈ വോൾട്ടേജ് DCയെ പ്രസരണ ശൃംഖലയിലൂടെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെത്തിക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു ഇൻവേർട്ടർ സ്റ്റേഷനിൽ വെച്ച് വീണ്ടും ACയെ കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ആ AC വീടുകളിലെത്തിക്കുന്ന ആ ഒരു ശൃംഖലയാണ് ഈ HVDC. ഇനി സാധാരണ AC പ്രസരണത്തിന് 3 ഫേസ്, അതായത് 3 കണ്ടക്ടറിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. പക്ഷേ HVDCയിൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് എത്രത്തോളം പവർ ആവശ്യമുണ്ട് അതിനനുസരിച്ച് 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. രണ്ടിലും റിട്ടേൺ പാർട്ട് എർത്ത് തന്നെയാണ്, ACയിലായിരുന്നാലും DCയിലായിരുന്നാലും. ഇനി എന്തുകൊണ്ടാണ് ഹൈ വോൾട്ടേജ് DC ഉപയോഗിക്കുന്നത്? പ്രസരണ നഷ്ടം ഹൈ വോൾട്ടേജ് ACയെക്കാളും DCക്ക് കുറവാണ്. ഹൈ വോൾട്ടേജ് DCയുടെ പ്രസരണ നഷ്ടം ഏകദേശം 3%. എന്നാൽ ഹൈ വോൾട്ടേജ് AC പ്രസരണ നഷ്ടം ഏകദേശം 5%. അവിടെ തന്നെ 2% ലാഭമുണ്ട്. ഇനി കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ലോങ് ഡിസ്റ്റൻസ്, അതായത് 50 കിലോമീറ്ററിൽ കൂടിയ കേബിൾ വഴിയുള്ള പ്രസരണം, അത് ഹൈ വോൾട്ടേജ് DCയാണ് ലാഭം. കാരണം കേബിളിൽ കൂടി ഹൈ വോൾട്ടേജ് AC പ്രസരണം നടക്കുമ്പോൾ ഈ കേബിളിൻ്റെ കപ്പാസിറ്റൻസ് എഫക്റ്റ് കൊണ്ട് ഒരു ചാർജിങ് ഡിസ്ചാർജിങ് വഴി ഒരു ഭീമമായ ഒരു നഷ്ടം സംഭവിക്കും. അതേസമയം DC ആണ് ഈ കേബിൾ വഴി പോകുന്നതെങ്കിൽ ആ ഒരു ചാർജിങ് ഡിസ്ചാർജിങ് നഷ്ടം ഉണ്ടാകില്ല. ഇനി ഓവർഹെഡ് ലൈൻ ആണെങ്കിൽ ഒരു 500 കിലോമീറ്ററിൽ കൂടിയ ഓവർഹെഡ് ലൈനിനും ഈ ഹൈ വോൾട്ടേജ് DC തന്നെയാണ് ലാഭം. എന്താണ് HVDCയുടെ അഡ്വാൻറ്റേജസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ കാര്യം, ലോസ് കുറവാണ് കമ്പയർഡ് ടു AC ട്രാൻസ്മിഷൻ. രണ്ടാമത്തത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, അതായത് നമ്മുടെ പ്രസരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചാലകങ്ങളുടെ എണ്ണം കുറവാണ് ACയെക്കാരും. ഇനി മൂന്നാമത്തെ കാര്യം, ഫേസ് ടു ഫേസ്, അതായത് നമ്മുടെ ACയിൽ ഉപയോഗിക്കുമ്പം ഒരു ഫേസ് മുതൽ മറ്റൊരു ഫേസിന് ഇടയ്ക്കുള്ള അകലം കൂടുതൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ആർക്കിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആവശ്യമുണ്ട്. പക്ഷേ ഈ DCയിൽ അത് വളരെ കുറച്ച് മതി. പിന്നെ അതുമാത്രമല്ല, ഫേസ് ടു എർത്തും ഡിസ്റ്റൻസും വളരെ കുറച്ച് മതി. ഈ നമ്മുടെ ACയിൽ എർത്തുമായിട്ട് വളരെ ഉയർന്നാണ് ടവറുകൾ സ്ഥാപിച്ച് AC പവർ ലൈൻസ് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി നാലാമത്
ലെസ് നമ്പർ ഓഫ് ടവേഴ്സ്, ടവറുകൾ കുറച്ച് മതി. അതായത് ഈ നമ്പർ ഓഫ് ചാനൽ കണ്ടക്ടറും അതായത് കണ്ടക്ടർ തമ്മിലുള്ള അകലവും കുറവ് കാരണം ടവറുകളുടെ എണ്ണം കുറച്ച് മതി. പിന്നെ സ്കിൻ എഫക്റ്റ്, അയണൈസേഷൻ കുറവുള്ള കൊറോണ എഫക്റ്റ് അതെല്ലാം കുറവാണ് ഈ HVDC. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജസ്? ഡിസഡ്വാൻറ്റേജിൽ മെയിനായിട്ട് വരുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിന് ഇത് അത്ര ലാഭകരമല്ല. കാരണം ഇതിന് ഒരു 2 കൺവേർട്ടർ സ്റ്റേഷൻസ് വേണ്ടി വരും. അതായത് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനും തിരിച്ച് DC AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേഷൻസ് ആണ് കമ്പയർഡ് ടു AC ട്രാൻസ്മിഷൻ. ACയിൽ ട്രാൻസ്ഫോമർ മാത്രം മതിയാവും, പക്ഷേ ഇവിടെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രോണിക്സ് വേണ്ടി വരും. പിന്നെ ലോഡ് ലിമിറ്റഡ് ആണ്. അതായത് ഒരു ജനറേറ്ററിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതിന് പകരം ഒരു ഇൻവെർട്ടറാണ് ഈ DC AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻവെർട്ടർ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് അതായത് എക്സ്ട്രാ ലോഡ് വളരെ കുറവായിരിക്കും. പിന്നെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് നമ്മുടെ AC ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിന് കോംപ്ലിക്കേഷൻ കൂടുതലാണ്. ഇനി HVDC കേരളത്തിൽ എന്താണ്? നമ്മുടെ തമിഴ്നാട്ടിലെ പുഗലൂർ എന്നുള്ള സ്ഥലത്തു നിന്ന് കേരളത്തിലെ മാടക്കത്തറ, അതായത് തൃശ്ശൂരുള്ള മാടക്കത്തറയിലേക്ക് ഏകദേശം ഒരു 175 കിലോമീറ്ററോടമുള്ള ഒരു ഹൈവേ, പവർ ഹൈവേ, അതായത് പവർ പ്രസരണ ശൃംഖല ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മാസത്തിനകത്ത് കമ്മീഷൻ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് 320 കിലോ വോൾട്ട് ഹൈ വോൾട്ടേജ് DC ആണ് ഉപയോഗിക്കുന്നത്. ഇത് 2000 മെഗാവാട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ VSC ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള HVDC ആണ്. എന്താണ് ഈ VSC? വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ. അതായത് മുമ്പൊക്കെ നമ്മൾ അതായത് DC to AC കൺവേർട്ടറിന് വേണ്ടി പലതും ജനറേറ്ററുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 1999 ഈ ഒരു ടെക്നോളജി വന്നത്. അതായത് പ്യുവർ ഇലക്ട്രോണിക്സ് ആണ് DC AC ആയിട്ട് കൺവേർട്ടർ. അതായത് IGBT IGCT എന്നുള്ള കമ്പോണൻ്റൊക്കെ വെച്ചിട്ടാണ് ഇതിനെ DC AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് അതായത് ഈ ടെക്നോളജി ജർമ്മൻ, സ്വീഡനൊക്കെയാണ് ഇതിൻ്റെ മാസ്റ്റേഴ്സ്. ഇവിടെ സിമൻസും SEA എന്നുള്ള 2 കമ്പനികൾ ചേർന്നിട്ടാണ് കേരളത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ HVDC ചൈനയിലാണ്. അത് ഏകദേശം 3300 കിലോമീറ്റർ നീളമുള്ള 1100 കിലോ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രസരണ ശൃംഖലയാണ് ലോകത്തിലെ ഏറ്റവും വലുത്. അത് 2010 കഴിഞ്ഞ വർഷമാണ് അത് കമ്മീഷൻ ചെയ്തത്. അപ്പം ഈ ഒരു HVDC എന്നുള്ള പുതിയൊരു സാങ്കേതിക വിദ്യ കേരളത്തിലെ പവർ പ്രസരണ ശൃംഖലയ്ക്ക് വലിയൊരു മുതൽക്കോട്ടാവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി കേരളത്തിൽ വരുന്ന ഒട്ടുമിക്ക ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻസും ഈ HVDC ആകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇത് കേരളത്തിൻ്റെ വൈദ്യുതി പ്രസരണത്തിന് ഒരു മുതൽക്കോട്ടാവുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി.